ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിരിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വ അലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും മരണം വരെ സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആരാണ് ഹിദായത്ത് കിട്ടിയ വിശ്വാസിയെന്നും ആ ഹിദായത്ത് കിട്ടിയ ഭാഗ്യവാന്മാരിൽ പെടാൻ നമ്മിൽ ആർക്കൊക്കെ യോഗ്യതകളുണ്ട് എന്നതിനെപ്പറ്റി കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഖുതുബ കേട്ടതിന് ശേഷം നമ്മൾ എത്ര ആളുകൾ നമ്മെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? യഥാർത്ഥത്തിൽ എനിക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ കേവലം ഒരു പ്രകടനപരത, ജനങ്ങളെ കാണിക്കാനുള്ള ഒരു അഭിനേതാവ് മാത്രമാണോ ഞാൻ? എൻ്റെ നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും ഭംഗി എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലേ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി ഈ കഴിഞ്ഞ 6-7 ദിവസത്തിനിടയിൽ നമ്മൾ എത്ര ആളുകൾ സ്വന്തത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്, ആശങ്കപ്പെട്ടിട്ടുണ്ട്? പലപ്പോഴും നമ്മളിൽ പലരും ചിന്തിക്കാറുള്ളത് ഇങ്ങനെയൊക്കെയേ നടക്കൂ, ആരാപ്പ എല്ലാവരും തികഞ്ഞവർ, അങ്ങനെയൊക്കെ ഒരു ഈമാനോടുകൂടി ഹിദായത്ത് കിട്ടി ആരാപ്പം നാട്ടിലൊക്കെ ജീവിക്കുന്നത്, അതൊക്കെ പ്രവാചകനും സഹാബത്തിനുമൊക്കെയേ നടക്കൂ, നമ്മൾക്ക് നടക്കില്ല എന്ന് ന്യായീകരിക്കാനാണ് പലപ്പോഴും നമ്മളുടെ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കാറുള്ളത്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഇന്ന് ചില ആളുകളുണ്ട്, ആത്മീയത കൂടിപ്പോയവർ. വെറുതെ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാനൊരു ആത്മീയവാദിയാണ്, അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഈമാൻ ഉണ്ടെന്ന് പ്രകടന പരത കൊണ്ടും കെട്ട് കാഴ്ചകളെ കൊണ്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. നിർവഹിക്കേണ്ട പല കടമകളും അവർ നിർവഹിക്കാറില്ല, പല ഉത്തരവാദിത്തങ്ങളും അവർ നിർവഹിക്കാറില്ല.
നിശ്ചയിക്കപ്പെടേണ്ട സാമൂഹികമായ, സാമ്പത്തികമായ, കുടുംബപരമായ പല കടമകളെയും വിസ്മരിച്ചുകൊണ്ട് കേവലം നമസ്കാരം കൊണ്ടും നോമ്പും കൊണ്ടും ചില ഇബാദത്തുകളെ കൊണ്ട് മാത്രം ഒരു കപട ആത്മീയത വാദിച്ചുകൊണ്ടിരിക്കുന്ന, ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ദീനീ കാര്യത്തിൽ ഭയങ്കര ആവേശമായിരിക്കും. നമസ്കാരത്തിന്റെ സമയത്തത് നിർവഹിക്കുക, മറ്റാരെങ്കിലും ദീനീ വിരുദ്ധ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക, പള്ളിയിൽ പോകാത്തതിന് ജനങ്ങളോട് തട്ടിക്കയറുക, സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ നാട്ടുകാരെയൊക്കെ കുറ്റപ്പെടുത്തുക, ഇങ്ങനെ ദീനീ വിഷയത്തിൽ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റിനെ പോലെ വളരെ ഭംഗി അവർ കാണിക്കും. പക്ഷേ ദുനിയാവിൽ അവർ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ അവർ പാടെ വിസ്മരിക്കും. മക്കളോടുള്ള കടമ, ഭാര്യമാരോടുള്ള കടമ, രക്ഷിതാക്കളോടുള്ള ഉത്തരവാദിത്വം, ഇങ്ങനെ പല വിഷയത്തിലും അവരങ്ങേയറ്റം ബലഹീനരും കൃത്യമായ ഇസ്ലാമിക ചിട്ടകൾ അനുസരിക്കാത്തവരുമായിരിക്കും. പലപ്പോഴും പല കുടുംബത്തിലും ചിലർ പറയാറില്ലേ, ആളൊക്കെ ഭയങ്കര ദീന, പക്ഷേ മക്കളെ സ്നേഹിക്കാൻ അറിഞ്ഞൂടാ, മൂക്കത്ത ദേഷ്യം, ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തതിന് ചാടും, അതല്ലെങ്കിൽ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കും. ഭാര്യമാർക്ക് കൊടുക്കേണ്ട ധാർമ്മികമായ സാമൂഹിക നന്മകളോ സ്നേഹമോ ചിലർ കൊടുക്കാറില്ല. ഭാര്യയെ ദീനീ ചിട്ടയിൽ കൊണ്ടു നടക്കാൻ കാണിക്കുന്ന ആവേശം ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള സ്നേഹത്തിൽ ചിലർ പ്രകടിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊന്നും അവർക്ക് താല്പര്യം കാണിക്കുന്നില്ല. ഭാര്യയോടൊപ്പം അല്പസമയം തമാശ പറയുക, അവളെയും കൊണ്ടൊരു യാത്ര പോകുക, ഒരല്പനേരം അവളോടൊപ്പം കൊഞ്ചുക, തമാശ പറയുക, അവളുടെ മനസ്സിന്റെ സങ്കടങ്ങൾ അറിയാൻ വേണ്ടി സമയം ചെലവാക്കുക, ഇത് പരസ്പരം. ആ വിഷയത്തിലൊന്നും ഒരാത്മീയതയുണ്ടാവില്ല. പല ഭാര്യമാരും പറയും, നല്ല ദീനൊക്കെയാ, പക്ഷേ ഭയങ്കര കടുംപിടുത്ത, ഒരു പുഞ്ചിരിച്ച മുഖം ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് വരെ ഒരു തമാശ എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആളുകളെ പറ്റി ലോകത്തിന്റെ ഉലമാക്കൾ പഠിപ്പിച്ചു, അവർ ആത്മീയവാദികളല്ല, അഭിനേതാക്കളാണ്. ഇതുപോലെ തന്നെ ചില ഭാര്യമാരും ആത്മീയത ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നു എന്ന് അവകാശപ്പെടുന്നവർ, നാട്ടിലെവിടെ ഖുർആൻ ക്ലാസ് ഉണ്ടോ അതിലൊക്കെ പങ്കെടുക്കും, ഓരോ ദിവസവും ഓരോരോ ഖുർആനിക ആയത്ത് പഠിക്കും, കിട്ടാവുന്നത്ര ശേഖരിക്കുകയും ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഇന്റർനെറ്റ് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യും. അവരുടേതായ 2-3 ദീനീപരമായ ഗ്രൂപ്പുകൾ ഉണ്ടാവും. വിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കാൻ വേണ്ടിയുള്ള ഹിഫ്ളിന്റെ മനപ്പാട ഗ്രൂപ്പുകളിൽ വരെ അവർ സജീവമായിരിക്കും. പക്ഷേ ഭർത്താവിനോട് ചെയ്യേണ്ട കടമകൾ നിർവഹിക്കാൻ മറന്നുപോകും. അതുകൊണ്ടാ ചിലപ്പോഴൊക്കെ ചില ഭർത്താക്കന്മാർ പറയും, ഉസ്താദേ ദീനൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഞാനൊരുത്തം വീട്ടിലുണ്ട് എന്ന് അവൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം, എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോന്നൊന്ന് ചിന്തിക്കാൻ, എനിക്ക് ധരിക്കാനുള്ളതും നാട്ടുകാരുടെയിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഉപയോഗിക്കാനുള്ളതും ഉണ്ടോന്നൊക്കെ ഒന്ന് ചോദിക്കാൻ പറയണം. നീ മാത്രം പോരേലോ, നിന്റെ തൃപ്തിയും കൂടിയും വേണ്ടേ? അതെ, അതാണ് ഇസ്ലാം പഠിപ്പിച്ചതും. കേവലം കപട ആത്മീയതയല്ല, മനസ്സുകൊണ്ട് ഇടപെടുന്ന ഏത് രംഗവും, ഏതൊക്കെ ഭാഗത്ത് നമ്മൾ ഇടപെടുന്നുണ്ടോ അവിടെയൊക്കെ ആത്മീയതയുടെ ചൈതന്യം കാണിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമ്പോഴാണ് നമുക്ക് ഹിദായത്തുണ്ട് എന്ന് സ്വയം ആശ്വസിക്കാൻ സാധിക്കുക. മുൻഗാമികളായിരുന്ന പ്രവാചകന്റെയും സഹാബത്തിന്റെയും ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവരിടപെടുന്ന ഏത് രംഗവും ആ മര്യാദയിൽ അവർ കൊണ്ടു നടന്നിട്ടുണ്ട്. ഒരിക്കൽ തിരുദൂതന്റെ വീട്ടിലേക്ക് വന്ന 3 സഹാബാക്കൾ ആയിഷ ബീവി റളിയല്ലാഹു തആലയോട് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പറ്റി. എന്നിട്ട് അവസാനം തിരിച്ചു പോകുമ്പോൾ അവർ സ്വയം പറഞ്ഞു, ഇനി ഞങ്ങൾ രാത്രി, അതിലൊരുത്തൻ പറഞ്ഞു, ഞാൻ രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കും. ഞാൻ കേട്ടത് പ്രവാചകൻ അല്പസമയം നമസ്കരിക്കുന്നതാ, പക്ഷേ ഞാൻ രാത്രി ഫുള്ളും നമസ്കരിക്കും. രണ്ടാമത്തൊരു വ്യക്തി പറഞ്ഞു, തിരുദൂതൻ വിവാഹം കഴിച്ച് ഭാര്യമാർക്ക് കുറച്ച് സമയം കൊടുക്കുന്നുണ്ടെന്ന്, അതുകൊണ്ട് വിവാഹം പോലും ചെയ്യാതെ ഞാൻ വിവാഹം കഴിക്കാതെ ഇബാദത്ത് അനുഷ്ഠിക്കും. മറ്റൊരാൾ പറഞ്ഞു, തിരുദൂതൻ ഇടയ്ക്കിടയ്ക്ക് നോമ്പ് നോൽക്കാറുള്ളൂ എന്ന് കേട്ടു, ഞാൻ ദിവസവും നോമ്പ് നോൽക്കും, എന്നിട്ട് അള്ളാന്റെ അടുത്തേക്ക് അടുക്കും. ഇത് കേട്ട സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞു, അല്ലയോ സഹാബത്തെ, ഞാൻ വിവാഹിതനാണ്, ഞാൻ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പകലുകൾ ഭക്ഷണം കഴിക്കാറുണ്ട്, നോമ്പനുഷ്ഠിക്കാറുമുണ്ട്. എൻ്റെ ജീവിതത്തിൽ
എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഞാൻ പ്രവർത്തിക്കാറുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതമായി ഞാൻ ജീവിക്കാറുമുണ്ട്. ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ഇബാദത്തിന്റെ ഭാഗം മാത്രം ശരിയായാൽ പോരാ, നമ്മളുടെ സമൂഹത്തിൽ കുടുംബത്തിനും നമ്മളെ മക്കൾക്കും നമ്മളെ അയൽവാസികൾക്കും ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല മേഖലകളിലും ആ ഇബാദത്തിന്റെ ഹിദായത്തിന്റെ ഭംഗി നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും ആരാണ് ഈ ഹിദായത്ത് കിട്ടിയവർ? ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന, അവരത്രേ വലതുപക്ഷക്കാർ. ആരാണ് ഈ വലതുപക്ഷക്കാർ? വസ്സാബിഖൂന സാബിഖൂൻ, മുൻകടന്നവരിൽ മുൻകടന്നവർ, അഥവാ നന്മയിൽ മുൻപോട്ട് പോയവർ. ഫീ ജന്നാത്തിൻ, അവർ അള്ളാഹുവിന്റെ സ്വർഗത്തിലായിരിക്കും. ഉലൈക ഹുമുൽ മുഖറബൂൻ, അവരാണ് റബ്ബിന്റെ മുഖറബീങ്ങൾ, അഥവാ സാമീപ്യം കിട്ടിയവർ. ഈ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ ലോകത്തിന്റെ റസൂലുള്ളാന്റെ സഹാബത്ത് അവരെ ജീവിതത്തിൽ കൃത്യമായ ഹിദായത്തിന്റെ പാത കണ്ടെത്തി. അവർ ഇസ്ലാമിനെ പറ്റി പഠിക്കുകയും അവരിടപെടുന്ന ഓരോ രംഗവും ആ വെളിച്ചം അവർക്ക് പ്രകടമാക്കാനും സാധിച്ചു. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ പ്രിയപ്പെട്ട സ്വഹാബി അബൂ ത്വൽഹ അൻസാരി റളിയല്ലാഹു അൻഹു. അബൂ ത്വൽഹ ധനാഢ്യനും തരക്കേടില്ലാത്ത തറവാട്ടുകാരനുമാണ്. പക്ഷേ അദ്ദേഹം ഇസ്ലാമിന്റെ തുടക്കത്തിൽ അവിശ്വാസികളുടെ കൂട്ടത്തിലായിരുന്നു. അന്ന് അദ്ദേഹം ഇഷ്ടപ്പെട്ടൊരു പെണ്ണായിരുന്നു മുസ്ലിം പക്ഷത്തുണ്ടായിരുന്ന വിധവ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഒരു മകനുണ്ട്, ഭർത്താവ് അസുഖം ബാധിച്ച് മരണപ്പെട്ടതാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാനെ കല്യാണം കഴിക്കാൻ മഹാനായ അബൂ ത്വൽഹക്ക് താല്പര്യം തോന്നി. അവസാനം രണ്ടും കൽപ്പിച്ച് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാന്റെ വീട്ടിലേക്ക് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കയറി ചെന്നു. ഉമ്മു സുലൈമ ചോദിച്ചു, എന്തേ അബൂ ത്വൽഹ വരാനുള്ള കാരണം? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഉമ്മു സുലൈം, ഞാൻ താങ്കളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു, അത് സാധ്യമല്ല അബൂ ത്വൽഹ. അത്ഭുതത്തോടെ അബൂ ത്വൽഹ ചോദിച്ചു, എന്തേ ഉമ്മു സുലൈം, താങ്കൾക്ക് സ്വർണവും വെള്ളിയും ഇല്ലാതായി പോകും എന്ന് തോന്നുന്നുണ്ടോ? അഥവാ എന്റെ അടുത്തുനിന്ന് സ്വർണവും വെള്ളിയുമായി മഹർ കിട്ടില്ല എന്ന് തോന്നിയിട്ടാണോ? ഉടനെ തന്നെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു, അബൂ ത്വൽഹ, ഞാൻ വിശ്വസിക്കുന്നു ഈ നാട്ടിൽ വേറെ ഏത് കുടുംബത്തിൽ ചെന്നാലും താങ്കൾക്ക് പെണ്ണുങ്ങളെ കെട്ടിച്ചു തരാൻ കുടുംബക്കാരെ തയ്യാറാകും. കാണാൻ ഭംഗിയുള്ളവനാ താങ്കൾ, ധനാഢ്യനാ താങ്കൾ. എന്നിട്ടും ഞാൻ താങ്കളെ വേണ്ടെന്ന് പറയുന്നത് താങ്കളുടെ സ്വത്ത് കണ്ടിട്ടോ താങ്കളെ സൗന്ദര്യം കണ്ടിട്ടോ അല്ല. പിന്നെന്തുകൊണ്ടാണ് ഉമ്മു സുലൈം നീ എന്നെ വേണ്ട എന്ന് പറയാനുള്ള കാരണം? അപമാനിക്കപ്പെട്ട് തലകുനിച്ച് നിൽക്കുന്ന അബൂ ത്വൽഹാന്റെ മുഖത്ത് നോക്കി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലയോ അബൂ ത്വൽഹ, അൻത കാഫിറുൻ അൻത നജസുൻ, താങ്കൾ കാഫിറ, താങ്കൾ നജസാണ് ഇസ്ലാമിൽ. അത്ഭുതത്തോടെ അബൂ ത്വൽഹ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഉമ്മു സുലൈം ഞാൻ നജസ് കാഫിറാണെന്ന് പറയാനുള്ള കാരണം? അബൂ ത്വൽഹ, താങ്കളുടെ വീട്ടിൽ ലാത്തയുടെ ബിംബമില്ലേ? ഉസ്സയുടെ മരക്കഷണമില്ലേ? ഉണ്ട്. നീ അവർക്ക് മുൻപിൽ സുജൂദ് ചെയ്യാറില്ലേ? ഉണ്ട്. ശരി, ഞാൻ ചോദിക്കട്ടെ അബൂ ത്വൽഹ, താങ്കൾ മരത്തിനാൽ സൃഷ്ടിച്ച ലാത്തയുടെ ചിത്രത്തിന്റെ മുൻപിൽ സുജൂദ് ചെയ്യുമ്പോൾ അതേ മരത്തിന്റെ പകുതി ചിലർ റൊട്ടിയുണ്ടാക്കാൻ വേണ്ടി തീ കത്തിക്കാൻ എടുത്തു. ചിലർ ആ മരം കൊണ്ട് വീട്ടിലുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഒരു മരത്തെ പൂജിക്കാൻ താങ്കൾക്ക് നാണമില്ലേ അബൂ ത്വൽഹ? താങ്കൾക്ക് നാണമില്ലേ അബൂ ത്വൽഹ? അതുകൊണ്ട് എന്നെയും താങ്കളെയും സൃഷ്ടിച്ച സൃഷ്ടാവിൽ പങ്കു ചേർക്കുന്നവനായതുകൊണ്ട് അൻത നജസുൻ, താങ്കള് നജസ് വർഗത്തിൽ അഥവാ കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ പെടും. സങ്കടത്തോടെ അബൂ ത്വൽഹ ആ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി. രണ്ടടി നടന്നപ്പോ അദ്ദേഹത്തിന് സങ്കടം തോന്നി. സ്വന്തം വിശ്വാസത്തിൽ എന്താണ് പോരായ്മയെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചില്ല. വീണ്ടും തിരിഞ്ഞു നിന്ന് ഉമ്മു സുലൈമയോട് ചോദിച്ചു, ഉമ്മു സുലൈമ, ഞാൻ ആരെ കാണണം? എന്റെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കാൻ തിരുദൂതന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ത്വൽഹ സങ്കടം പറഞ്ഞു ചോദിച്ചു, അല്ലയോ മുഹമ്മദ്, എന്റെ വിശ്വാസവും താങ്കളുടെ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അള്ളാഹുവിന്റെ തിരുദൂതൻ കൃത്യമായി റബ്ബിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. 3-4 മാസത്തിലധികം തിരുദൂതന്റെ കൂടെ സന്തത സഹചാരിയായി. പിന്നീട് ഷഹാദത്ത് കലിമ ചൊല്ലി ഹൃദയം കൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, താങ്കളെ കണ്ടുമുട്ടാൻ വൈകിയിരുന്നെങ്കിൽ
എന്റെ ജീവിതം നരകത്തിലായി പോകുമായിരുന്നു. പിന്നീട് ഉമ്മു സലൈമയെ കാണുകയും തിരുദൂതൻ അവരുടെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ലോകത്തിന്റെ റസൂലുള്ളാഹിയെ ജീവനേക്കാളേറെ അബൂ ത്വൽഹ സ്നേഹിക്കാൻ തുടങ്ങി. താൻ സ്നേഹിച്ച ഉമ്മു സുലൈമയെ ഒരു ഭാഗത്ത് സ്നേഹിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ അപ്പുറം അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു. ബദറിൽ പ്രവാചകനോടൊപ്പം പങ്കെടുത്തു. ഉഹദിന്റെ രണാങ്കണത്തിൽ തിരുദൂതന്റെ കൂടെ യുദ്ധത്തിന് പങ്കെടുത്തു. ആ യുദ്ധക്കളത്തിൽ തിരുദൂതൻ പറഞ്ഞതനുസരിക്കാത്തതിന്റെ പേരിൽ ശത്രു സൈന്യം മുസ്ലിം സമൂഹത്തിന്റെ നേരെ വാളും കുന്തവുമായി പറന്നെടുക്കുമ്പോ അള്ളാഹുവിന്റെ തിരുദൂതൻ നിരായുധനായി ഉഹദിന്റെ മണലിൽ ഇരിക്കാൻ തുടങ്ങി. തിരുദൂതൻ നിരായുധനാണെന്ന് ബോധ്യപ്പെട്ട സെക്കൻഡിൽ അബൂ ത്വൽഹ ഓടി വരികയും റസൂലുള്ളാഹിനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് തന്റെ വലം കൈകൊണ്ട് അമ്പുപയോഗിച്ച് ശത്രുവിന്റെ നേരെ അമ്പെയ്യാനും തുടങ്ങി. 3 അമ്പിന്റെ വില്ലുകൾ പൊട്ടുമാറ് അബൂ ത്വൽഹ ശത്രുവിന്റെ നേരെ യുദ്ധം നടത്തി. ഒരു കൈ കൊണ്ട് റസൂലുള്ളാഹിനെ വാരിപ്പണർന്നുകൊണ്ട് ഒരമ്പ് പോലും അള്ളാന്റെ പ്രവാചകന്റെ നേരെ വരാൻ അബൂ ത്വൽഹ സമ്മതിച്ചില്ല. ദൂരെ നിന്നും അമ്പെയ്യുന്നവരെ കാണാനും ഇറങ്ങി ഓടുന്ന സഹാബത്തിനോട് വിവരങ്ങൾ പറയാനും അള്ളാന്റെ തിരുദൂതൻ അബൂ ത്വൽഹാന്റെ പിന്നിൽ നിന്നും അല്പം ചലനം കാണിച്ചു. അമ്പുമായി തിരിഞ്ഞോടുന്ന സഹാബത്തിനോട് അള്ളാന്റെ റസൂലുള്ള പറഞ്ഞു, സഹാബാക്കളെ, അമ്പുമായി തിരിഞ്ഞോടല്ലേ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ എന്റെ ത്വൽഹ കമ്പ് കൊടുക്കണം, എന്റെ ത്വൽഹ കമ്പ് കൊടുക്കണം. കിട്ടാവുന്നത്ര അമ്പുകൾ വാങ്ങിക്കൂട്ടുന്നതിനിടയിൽ അള്ളാഹുവിന്റെ തിരുദൂതന്റെ നേരെ അമ്പുകൾ വരാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിനോട് ചെരിഞ്ഞു നിന്ന് അബൂ ത്വൽഹ പറഞ്ഞു, പ്രവാചക, അനങ്ങല്ലേ, ഒരു സെക്കൻഡ് താങ്കൾ അനങ്ങിയാൽ ആ അമ്പിൽ പലതും താങ്കളെ കണ്ണിലോ നെറ്റിയിലോ തറയ്ക്കും. അതുകൊണ്ട് റസൂലെ, അനങ്ങല്ലേ, എന്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ നിങ്ങളെ മേനിയിൽ, നിങ്ങളെ ശരീരത്തിൽ ഒരമ്പ് തറയുന്നത് പോയിട്ട് ഒരു പോറലേൽക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പ്രവാചക. എന്നിട്ട് തിരുദൂതനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ആ ഉഹദിന്റെ യുദ്ധക്കളത്തിൽ വെച്ച് അബൂ ത്വൽഹ ഒരു പാട്ടുപാടി എന്ന ലൊഹിരി ലൊഹിരി ദൂന ലൊഹിരിക യാ റസൂലല്ലാഹ്, കൽബി കൽബി ദൂന കൽബിക യാ റസൂലല്ലാഹ്. നബിയെ, എന്റെ മുതുക്, ആ മുതുക്കത്ത് ഒരു വെട്ടിനെങ്കിലും അടയാളമുണ്ടെങ്കിൽ അതും കൂടി ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും, എന്നിട്ടേ നിങ്ങളെ തൊടാൻ ഞാൻ സമ്മതിക്കൂ. കൽബി കൽബി, എന്റെ ശരീരത്തിൽ അവരെത്ര അമ്പെയ്ത് കൊള്ളിച്ചാലും എന്റെ ഹൃദയത്തെ തൊടാൻ അവർക്ക് പറ്റിയിട്ടില്ല റസൂലേ. അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്നും വേദന കൊണ്ട് പൊളഞ്ഞു ബോധം കെട്ടു വീണ അബൂ ത്വൽഹാന്റെ ശരീരത്തിൽ 80-ൽ പരം മുറിവുകൾ ഉണ്ടായിരുന്നു. അതിൽ പലതും ഒരു കൈ താഴ്ത്തിയാൽ താഴ്ന്നു പോകുന്നത്ര വലുതാക്കപ്പെട്ട മുറിവുകൾ. ലോകത്തിന്റെ റസൂലുള്ള അബൂ ത്വൽഹാനോട് ചോദിച്ചു, അബൂ ത്വൽഹ, താങ്കൾക്ക് വേദനിച്ചില്ലേ? അബൂ ത്വൽഹാന്റെ മറുപടി, നബിയെ, വേദനയേക്കാൾ അപ്പുറം ഞാൻ കയറുന്ന സ്വർഗത്തെ പറ്റിയും ആ സ്വർഗത്തിൽ താങ്കളെ പറ്റിയും ചിന്തിച്ചപ്പോ എനിക്ക് വേദന തോന്നിയിട്ടില്ല തിരുദൂതരെ. അവസാനം 70-ാമത്തെ വയസ്സിൽ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് അദ്ദേഹം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി പോകാനിറങ്ങി. യുദ്ധത്തിനിറങ്ങി വന്ന അബൂ ത്വൽഹാനെ കണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, അബൂ ത്വൽഹ, താങ്കൾ വൃദ്ധന, യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാൻ സാധ്യമല്ല. കടൽ താണ്ടിയിട്ടാണ് അബൂ ത്വൽഹ ഞങ്ങൾക്ക് യുദ്ധത്തിന് പോകേണ്ടത്, അതുകൊണ്ട് താങ്കൾ പങ്കെടുക്കാൻ പാടില്ല. അവസാനം ആ യുദ്ധമൊന്ന് പങ്കെടുക്കാനെങ്കിലും, സഹാബത്തിന് ആവേശം കൊടുക്കാനെങ്കിലും ഞാനും കൂടെയുണ്ടെന്ന് പറയുകയും അവസാനം ആ കപ്പലിൽ കയറുകയും നടുക്കടലിൽ വെച്ച് അബൂ ത്വൽഹ മരണപ്പെടുകയും ചെയ്തു. പിന്നീട് കണ്ട ആദ്യത്തെ ദ്വീപിൽ അല്പം മണ്ണെടുത്ത് അബൂ ത്വൽഹാനെ മറമാടി പ്രാർത്ഥനയോടെ സഹാബാക്കൾ യുദ്ധക്കളത്തിലേക്ക് കടൽ താണ്ടി പുറപ്പെട്ടു. ആ വിജനമായ പാത, വിജനമായ ആ ദ്വീപ് ഏതെന്നു പോലും അറിയില്ല. പക്ഷെ അതിനേക്കാൾ അപ്പുറം അള്ളാന്റെ മാർഗത്തിൽ ഇടപെട്ട് മരിക്കാൻ പറ്റി എന്ന സമാധാനമായിരുന്നു മരണത്തിന്റെ തൊട്ടു മുൻപും അബൂ ത്വൽഹക്കുണ്ടായതെന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നു. ആ വിശ്വാസമാണ് ഹിദായത്തിന്റെ വിശ്വാസം. പക്ഷേ നമ്മൾക്ക് പേടിയ, കണ്ണമ്പറമ്പിൽ വെക്കാൻ പറ്റാതായി പോകോ, നന്മണ്ട മഹലിൽ കബർ കിട്ടാതായി പോകോ, ഗൾഫ് കിടന്നു മരിച്ചു പോകോ, നാട്ടിക്ക് വരാൻ പറ്റാതായി പോകോ എന്ന ആശങ്ക. പക്ഷേ ഏത് ദ്വീപിൽ കിടന്നാലും ഏത് യാത്രക്കിടയിലാണെങ്കിലും അത് അള്ളാന്റെ തൃപ്തിയോടെയാവണമെന്ന് ചിന്തിച്ച സഹാബത്തിന്റെ ഹിദായത്ത്. നമസ്കാരത്തിനിടയിൽ മഹാനായ അബൂ ത്വൽഹാക്ക് സമ്പാദ്യം എന്ന് പറയാൻ ഒരു തോട്ടമായിരുന്നു ഉള്ളത്. നിറങ്ങളും വർണ്ണങ്ങളും പൂക്കളും ഇടതൂർന്ന മുന്തിരികളും ഈത്തപ്പനകളും കൊലച്ചു നിൽക്കുന്ന തോട്ടം. ആ തോട്ടം കണ്ട് പലരും കണ്ണു മഞ്ഞളിച്ച് നിന്നിട്ടുണ്ട്, അസൂയപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം ആ തോട്ടത്തിൽ വെച്ച് അബൂ ത്വൽഹ നമസ്കരിക്കുമ്പോ
അടുത്തുള്ള ഈത്തപ്പനയുടെ ചില്ലയിൽ വന്ന് ഒരു കിളി ഒരു കാരക്ക കൊത്തിയെടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് അതിന്റെ ഇണയും പറന്നു വന്നു. രണ്ടുപേരും എന്തോ സല്ലപിക്കുന്നത് കണ്ടപ്പോ നമസ്കാരത്തിന്റെ ഇടക്ക് അബൂ ത്വൽഹാന്റെ ശ്രദ്ധയൊന്നു മാറി. സലാം വിട്ടിക്കഴിഞ്ഞ് നെഞ്ചുപൊട്ടി കരയാൻ തുടങ്ങി അബൂ ത്വൽഹ. കണ്ടു നിൽക്കുന്ന സഹാബത്ത് ചോദിച്ചു, എന്തേ അബൂ ത്വൽഹ, എന്റെ നമസ്കാരം എന്റെ തോട്ടത്തിന്റെ ശ്രദ്ധ കാരണം ബാത്തിലായി. റസൂലുള്ളാന്റെ അരികിലേക്ക് കയറി ചെന്ന് അബൂ ത്വൽഹ പറഞ്ഞു, തിരുദൂതരെ, എന്റെ തോട്ടം എന്റെ നമസ്കാരത്തിൽ അശ്രദ്ധയുണ്ടാക്കി. ആ ചിന്ത എന്റെ ഇബാദത്തിന് കുറവ് വരുത്താൻ തുടങ്ങി. അതുകൊണ്ട് പ്രവാചക, എന്റെ തോട്ടം ഞാൻ ഇസ്ലാമിന് ദാനമായി തന്നിരിക്കുന്നു. താങ്കൾക്കും അള്ളാഹുവിനും ഇഷ്ടപ്പെട്ട നിലക്ക് ആ തോട്ടം വീതിച്ചു കൊടുക്കാം. എനിക്ക് ആ തോട്ടത്തിൽ ഒരവകാശവും ഇനി ഇല്ല നബിയെ എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങുന്ന ഒരു സഹാബത്തിന്റെ ഹിദായത്ത് അത് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് ഉങ്ങൾക്കും അഞ്ചേരത്തെ നിസ്കാരല്ലേ ഉള്ളൂ, ഒരു ഉറുപ്പ്യ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വെച്ചാൽ അപ്പൊ തുടങ്ങും മനസ്സിന്റെ ഉള്ളിൽ ചൊറിച്ചില്. അള്ളാഹുവിന് വേണ്ടി ഒരു യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ? പരിശുദ്ധ കഅബാലയത്തിലേക്ക് പോകുമ്പോ പോലും നമ്മൾ എന്താ ചിന്തിക്കാറുള്ളത്? കേരളീയ ഭക്ഷണം, 10 അടി നടക്കാനുള്ള ഹോട്ടൽ റൂം, വലിയ ബേജാറില്ലാതെ വെയിലുകൊണ്ട് നടക്കാനുള്ള സൗകര്യം എന്നാഗ്രഹിക്കുന്ന നമ്മളെ ഹിദായത്തും റബ്ബിന് വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നാഥന്റെ തൃപ്തി വാങ്ങിയ സഹാബത്തിന്റെ വിശ്വാസവും അവർക്ക് കിട്ടിയത് ഹിദായത്ത്, നമ്മൾക്ക് കിട്ടിയത് എന്തെന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്. സാമ്പത്തിക രംഗത്ത് അല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റെല്ലാ രംഗത്തും ആളുകൾ ഇടപെടലുകൾ നടത്തും, ഈമാനിന്റെ കൃത്യമായ നടപടികൾ സ്വീകരിക്കും. പക്ഷേ സാമ്പത്തിക രംഗത്ത് ആ സൂക്ഷ്മത അല്ലെങ്കിൽ കൊടുക്കാനുള്ള ഒരു മനസ്സ് പലർക്കും ഉണ്ടാകാറില്ല. എന്തെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ ശരീരത്തുനിന്ന് ഒരു കഷണം മാംസം അരിഞ്ഞെടുത്ത് കൊടുക്കുന്നത് പോലെയാ പലരുടെയും സ്വഭാവം. എന്നാൽ തിരുദൂതന്റെ കാലഘട്ടത്തിലോ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഒരു മീഡിയം പണക്കാരനായിരുന്നു. നമ്മളെയൊക്കെ സംബന്ധിച്ചതുപോലെ ഒരു മധ്യമ പണക്കാരൻ. ഇസ്ലാമിലേക്ക് കടന്നു വന്ന അന്ന് മുതൽ തന്റെയിലുള്ള സമ്പത്തിന്റെ ഭൂരിഭാഗവും അദ്ദേഹം ഇസ്ലാമിന് കൊടുക്കാൻ തുടങ്ങി. എപ്പോഴെങ്കിലുമല്ല, നമ്മളിൽ ചിലർ കൊടുക്കുന്നത് പോലെ റമളാൻ മാസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലും തേടി വന്നാല്, ആരെങ്കിലും ഇരക്കാൻ വന്നാല്, അങ്ങനെയല്ല. തന്റെ കയ്യിൽ തനിക്കാവശ്യമില്ലാത്തത് അഥവാ ദുനിയാവിന്റെ ഭ്രമത്തിൽ പെടാത്തത് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ ഉടനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആളുകൾക്കത് കൊടുത്തു തീർക്കും. അതുകൊണ്ട് ആ ബദർ യുദ്ധത്തിൽ പുറപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ 4000 ദിർഹമാ ഉള്ളത്. അതിൽ 2000 ദിർഹം റസൂലുള്ളാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, ഇനി 2000 ദിർഹമേ ഉള്ളൂ, എന്റെ മക്കളും എന്റെ കുടുംബവും പട്ടിണിയാവാതിരിക്കാൻ. അതേ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തബൂക്കിലേക്ക് യുദ്ധത്തിന് പുറപ്പെടുമ്പോ 200 ഊക്കിയയെ കയ്യിലുള്ളൂ. ആ 200 ഊക്കിയയും അള്ളാന്റെ റസൂലിന്റെ കൈകളിലേക്ക് ഏർപ്പെടുത്തി കൊടുത്തു. എന്നിട്ടും മതി വരാത്ത അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സ്വന്തം ചെലവിൽ ഒട്ടകത്തെ വാങ്ങി 500 പടയാളികളെ തബൂക്കിലേക്ക് അയച്ചു. ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ നടന്നു പോകാൻ പറ്റാത്ത സഹാബത്തിന്റെ കണ്ണുനീര് കണ്ടപ്പോ വീണ്ടും മദീനയിൽ വന്ന് 1500 ഒട്ടകങ്ങളെ വാങ്ങി 1500 സഹാബാക്കളെ സ്വന്തം ചെലവിൽ തബൂക്കിലേക്ക് പറഞ്ഞയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം തിരുദൂതന്റെ ഭാര്യമാരും ഒറ്റപ്പെട്ടു. പലരും പട്ടിണിയാണെന്നറിഞ്ഞു. അന്ന് തന്റെ കയ്യിലുള്ള ആകെ സ്വത്തിൽ ഒരു പറമ്പ് അദ്ദേഹം 40,000 ദിർഹമിന് വിറ്റു. 40,000 ദിർഹ് വിറ്റ ഉടനെ ആ ദിർഹമുകൾ മുഴുവനും എടുത്ത് പ്രവാചകന്റെ ഭാര്യമാരെ സമീപിച്ചിട്ട് പറഞ്ഞു, ഉമ്മമാരെ, ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മനസ്സിൽ തീരുമാനിച്ചതാ. അന്ന് ആ സ്വത്ത് വാങ്ങുമ്പോ കണ്ണുനീരോടെ ആയിഷ ബീവി പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ ഹബീബായ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മനസ്സിൽ അല്പമെങ്കിലും കരുണയും ക്ഷമയുമുള്ളവർക്ക് എന്റെ കുടുംബത്തെ സഹായിക്കാൻ തോന്നൂ. പിൻകാലഘട്ടത്തിൽ അല്പമെങ്കിലും മതബോധം, ദീനി ചിന്ത അത് ഹൃദയത്തിലുള്ളവർക്ക് എന്റെ കുടുംബത്തെ സ്നേഹിക്കാനും എന്റെ കുടുംബത്തോട് ഔദാര്യം കാണിക്കാനും പറ്റൂ. പിന്നീട് ആ ഭാര്യമാർക്ക് വേണ്ടി അവരറിയാതെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സംരക്ഷണ വലയം തീർത്തു. അവർ ഉംറക്ക് പോകുമ്പോ പിന്നാലെ അദ്ദേഹവും പോകും അവരെ സഹായിക്കാൻ. അവർ ഹജ്ജിന് പോകുമ്പോ പിന്നാലെ അദ്ദേഹവും പുറപ്പെടും. ഓരോ ഘട്ടവും അദ്ദേഹം സംരക്ഷിക്കാൻ തുടങ്ങി. അവസാനം വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോ അദ്ദേഹത്തിന്റെ സമ്പത്ത് കുമിഞ്ഞുകൂടി. ഏത് കച്ചവടം തുടങ്ങിയിട്ടും വമ്പിച്ച ലാഭം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഞാൻ ഒരു കല്ല് മാറ്റി നോക്കിയാൽ അതിനടിയിൽ സ്വർണ്ണ നാണയം കാണുമാറ് ഞാൻ എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും
എന്ത് കച്ചവടത്തിനിറങ്ങിയാലും വമ്പിച്ച ലാഭം. അന്ന് മദീനയിൽ കൊടിയ വരൾച്ച ബാധിച്ചു. പല സഹാബത്തും പട്ടിണിയും മരണവും മുഖാമുഖം കണ്ടു. അന്ന് 700 ഒട്ടകങ്ങളുടെ പുറത്ത് ഭക്ഷണ സാധനങ്ങളുമായി അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ ഒട്ടക കൂട്ടം മദീനയുടെ മണ്ണിലെത്തി. മദീനയിലെത്തുന്നതിന്റെ മുൻപേ ആളുകളിൽ ചിലർ അത് ചെന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു, ഉമ്മ, അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ ഒരു ഒട്ടക കൂട്ടം ധാന്യവുമായി പുറപ്പെട്ടിട്ടുണ്ട്, നമുക്കാണോ എന്നറിയില്ല. ഉടനെ അന്ന് അള്ളാഹുവിന്റെ പ്രവാചക പത്നി ഒരു സങ്കടത്തോടെ പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നരങ്ങിക്കൊണ്ട് അള്ളാന്റെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇത് കേട്ട സന്ദർഭത്തിൽ മദീനയിലേക്ക് എത്തിയ ഒട്ടകത്തെ മുഴുവനും ആയിഷ ബീവിയുടെ വീട്ടിന്റെ മുൻഭാഗത്ത് നിർത്തി അകത്ത് കയറി ചെന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, ഉമ്മ, ഞാൻ ആഗ്രഹിക്കുന്നത് നെഞ്ചും വിരിച്ച് നടുനവർത്തി അള്ളാന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാനാ. എന്റെ റസൂലുള്ളാന്റെ സഹാബത്ത് പട്ടിണി കിടക്കുമ്പോ അവർക്ക് വേണ്ടിയാണ് ഉമ്മ ഞാൻ ഈ 700 ഒട്ടകങ്ങളും ഭക്ഷണവും കൊണ്ടുവന്നത്. അത് കണ്ട സന്ദർഭത്തിൽ സന്തോഷത്തോടെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ ബീവി അബ്ദുറഹ്മാൻ ബിൻ ഔഫിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്നും അദ്ദേഹം സന്തോഷത്തോടുകൂടി റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതേ സ്വഹാബിയുടെ അവസാന നിമിഷം, മരണത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം നോമ്പ് തുറക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്നു. മേശപ്പുറത്ത് കണ്ട വിഭവസമൃദ്ധമായ ഭക്ഷണം കണ്ട് അദ്ദേഹം നെഞ്ചു പൊട്ടി കരയാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന കുടുംബക്കാര് ചോദിച്ചു, എന്തേ അബ്ദുറഹ്മാൻ, താങ്കൾ എന്തിനാ കരയുന്നത്? ആ ഭക്ഷണത്തിന്റെ ഓരോ പാത്രത്തിലേക്കും ചൂണ്ടി ആ സ്വഹാബി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ഹബീബായ റസൂലുള്ളാക്ക് വയറ് നിറച്ച് ഭക്ഷണം കിട്ടിയിട്ടില്ല. ഒരു കാരക്ക 12 കഷണങ്ങളാക്കി ഞാനും സഹാബത്തും ഭക്ഷിച്ചിട്ടുണ്ട്. പലപ്പോഴും മദീനത്തെ പള്ളിയിൽ പട്ടിണി കാരണം ബോധം കെട്ടുകിടക്കുന്ന സഹാബത്തിനെ കണ്ടിട്ടുണ്ട്. ഗർഭിണിയായ സ്ത്രീകൾ പോലും ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ നെഞ്ചുരുകി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇത്രയും ഭക്ഷണം കണ്ടപ്പോ സഹിക്കുന്നില്ല മക്കളെ, പടച്ച റബ്ബ് നമ്മളോട് പൊറുക്കട്ടെ എന്ന് കണ്ണുനീരോടെ പറയുകയും ആ ഭക്ഷണം കഴിക്കാതെ അദ്ദേഹം ഇറങ്ങി നടക്കുകയും ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ ഹിദായത്തൊന്ന് ചിന്തിച്ചു നോക്കൂ. നമസ്കാരവും നോമ്പും ഉണ്ട്, ഭക്ഷണത്തിൽ മര്യാദയില്ല. ഭക്ഷണം പൊങ്ങച്ചത്തിനായി മാറി. നാട്ടുകാരെ കാണിക്കാൻ, ജനങ്ങൾക്കിടയിൽ പ്രകടനപരത കാണിക്കാൻ, നാട്ടുകാർക്കിടയിൽ അഹംഭാവവും അഹങ്കാരവും പ്രകടിപ്പിക്കാൻ എത്ര സാധനം, എത്ര ഭക്ഷണം അന്യായമായി നമ്മൾ തള്ളിക്കളയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നു റബ്ബിന്റെ ഹിദായത്ത് കിട്ടി, നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണെന്ന്. അതുകൊണ്ട് സൂക്ഷിക്കണം. റബ്ബിന്റെ ഹിദായത്ത് സഹാബത്തിന് കിട്ടിയതും അവരെ റബ്ബ് സ്നേഹിച്ചതും അവർ അള്ളാഹുവിനെ സ്നേഹിച്ചതുകൊണ്ടാ. റളിയല്ലാഹു അൻഹും വറളു അൻഹു. അവർ അള്ളാഹുവിനെയും സ്നേഹിച്ചു, അള്ളാഹു അവരെയും സ്നേഹിച്ചു. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടേയുള്ളൂ. അള്ളാഹ് നമ്മളെ സ്നേഹിക്കാനുള്ള എന്ത് മാറ്റമാണ്, മാർഗമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് സാമ്പത്തിക രംഗവും കുടുംബരംഗവും വിശ്വാസരംഗവും സ്വന്തത്തോട് ചേർത്ത് നിർത്തിയൊന്ന് പരിശോധിക്കണം. സാമ്പത്തിക രംഗത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കാണിച്ച മാതൃകയുണ്ടോ? വിശ്വാസ രംഗത്ത് അബൂ ത്വൽഹ കാണിച്ച മാതൃകയുണ്ടോ? ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ആ സഹാബത്ത് ചെയ്തതിന്റെ ഒരംശമെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയ സഹാബത്തിന്റെ മഹത്വവും അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നിസ്സഹായതയും പാപ്പരത്വവും നമുക്ക് ബോധ്യപ്പെടുക. ഹിദായത്തിലേക്ക് വന്ന സഹാബാക്കൾ നമ്മൾക്ക് മാതൃകയാ. ഒരു കാലത്ത് കള്ളുകുടിച്ച്, പെണ്ണുപിടിച്ച്, കൊന്നൊടുക്കലിന്റെ പരമ്പരകൾ നടത്തി, കൊന്നവന്റെ കയ്യും കാലും വീട്ടിന്റെ മുമ്പിൽ കെട്ടിത്തൂക്കിയിട്ട് ഓരോ വീട്ടിന്റെ മുൻപിലും എനിക്ക് ഇന്നത്തേക്ക് രാത്രിക്ക് വേണ്ടി മാത്രം ഒരു ഭാര്യ ആവശ്യമുണ്ടെന്ന് പറയുകയും നേരം വെളുക്കുമ്പോ അവളെ പറഞ്ഞു വിടുകയും ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് കുടുംബത്തെ സ്നേഹിക്കുന്ന, വിശ്വാസത്തെ സ്നേഹിക്കുന്ന, സാമ്പത്തിക രംഗം കൃത്യമായി സൂക്ഷിക്കുന്ന ഒരു മാറ്റത്തിലേക്ക് സഹാബത്ത് മാറിയിട്ടുണ്ടെങ്കിൽ അതാ ഹിദായത്ത്. ആ ഹിദായത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് സ്വയം അവകാശപ്പെടണമെങ്കിൽ നമ്മുടെ കുടുംബരംഗം, സാമ്പത്തിക രംഗം, സാമൂഹിക രംഗം ഇതെല്ലാം ശരിയാവണം. അല്ലാതെ ഒരു കപട ആത്മീയത കാണിച്ച് ഇബാദത്തിന്റെ വിഷയത്തിലും ഇസ്ലാമിന്റെ ചില കാര്യങ്ങളിലും മാത്രം ഭയങ്കര ആത്മീയത, കുടുംബത്തോടും ബന്ധങ്ങളോടും മാതാപിതാക്കളോടും സമൂഹത്തോടുള്ള കടമകളൊന്നും നിർവഹിക്കാതെ ജീവിക്കുമ്പോ അത് ആത്മീയതയല്ല, അതൊരു തരം അഭിനയ പ്രകടന പരതയാ. അതല്ലാതായി പോകാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. സഹാബത്തിന്റെ മാർഗത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും ഇയ്യായ അവ്വലം ബിതഖ്വല്ലാഹ്. ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഹിദായത്ത് കിട്ടിയ സഹാബത്തിൻ്റെ ജീവിത ചരിത്രങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ കണ്ണുനീരോടെ രേഖപ്പെടുത്തിയ ചരിത്രങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. മനുഷ്യബന്ധങ്ങളിൽ പോലും ആ ഹിദായത്തിൻ്റെ വെളിച്ചം സ്വന്തം ജീവിതം കൊണ്ട് പ്രകടമാക്കിയവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. ഇന്ന് പണത്തിനും തറവാടിത്തത്തിനും അധികാരത്തിനും വേണ്ടി തമ്മിലടിക്കുന്ന, ഹിദായത്ത് കിട്ടി എന്ന് അവകാശപ്പെടുന്ന നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു ചരിത്രമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. അന്ന് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്നു അബൂജഹൽ എന്ന മനുഷ്യൻ. അബൂജഹലിനെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെതിരെ ഇളക്കിവിടാൻ പണിയെടുത്തത് അന്ന് അബൂജഹലിന്റെ മകനായ ഇക്രിമ റളിയല്ലാഹു അൻഹു. അന്ന് അദ്ദേഹം അവിശ്വാസിയായിരുന്നു. തുടക്കത്തിൽ ഇക്രിമ എന്ന മകനായിരുന്നു. അബൂജഹലിനേക്കാളും റസൂലുള്ളാഹിനോട് ദേഷ്യം ഇക്രിമക്കായിരുന്നു. പലപ്പോഴും അബൂജഹലിനെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി റസൂലിന്റെ നേരെ പറഞ്ഞുവിടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇക്രിമയായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ബദർ യുദ്ധത്തിൽ അബൂജഹല് മുസ്ലിമീങ്ങളുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ അന്ന് ബദറിൽ നിന്നും മടങ്ങുന്ന ഇക്രിമ ഒരു തീരുമാനമെടുത്തു. അടുത്ത ഒരു യുദ്ധത്തിൽ മുഹമ്മദിനെ ഞാൻ എൻ്റെ കൈകൊണ്ട് വധിക്കും, മുഹമ്മദിനെ ഞാൻ പച്ചക്കു കൊല്ലും. അതിനുവേണ്ടി പണിയെടുത്തു. ഉഹദിലേക്കെത്തി. ആ ഉഹദിൽ മുഖാമുഖം റസൂലുള്ളാഹിനെ കിട്ടി എന്നുള്ളിടത്താണ് അബൂ ത്വൽഹ എന്ന സ്വഹാബി പ്രവാചകനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. നിരാശനായി മക്കയിൽ തിരിച്ചെത്തിയ ഇക്രിമ പറഞ്ഞു, ഇനി എൻ്റെ ഉറക്കില്ല മുഹമ്മദിന്റെ തലയറുക്കുന്നത് വരെ. എന്റെ മുൻപിൽ നിന്നും ജസ്റ്റ് മിസ്സായ മുഹമ്മദിനെ ഇനി കൊല്ലാതെ ഇക്രിമ ഇനി ഉറങ്ങില്ല. അതിനുവേണ്ടി വീണ്ടും പണിയെടുത്ത് മദീനയിൽ ചെന്ന് മുഹമ്മദിനെ കൊല്ലാനുള്ള സാഹചര്യം ഒരുക്കുമ്പോൾ മദീനയിൽ നിന്നും പ്രവാചകൻ മക്കയിലേക്ക് വരികയും മക്ക വിജയിച്ചടക്കുകയും ചെയ്ത സമയമായിരുന്നു. പിന്നീട് മക്ക പ്രവാചകൻ വിജയിച്ചടക്കിയെന്ന് കണ്ട ഉടനെ ഇക്രിമ ഇനി ഇവിടെ നിന്നാൽ മുഹമ്മദ് എന്നെ കൊല്ലും എന്ന് പേടിച്ച് നാടുവിടാൻ ആഗ്രഹിച്ച് കടലിന്റെ വക്കിലേക്ക് എത്തിയപ്പോ ആ കടലിൽ കയറ്റുന്ന ആള് പറഞ്ഞു, ഇക്രിമ, നമ്മൾ കടലിലൂടെയാണ് യാത്ര, തിരമാലകളും കാറ്റും കോളും നിറഞ്ഞേക്കാം, അതുകൊണ്ട് പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട്. ഉടനെ ഇക്രിമ റളിയല്ലാഹു അൻഹു തിരിച്ചു ചിന്തിച്ചു, ഇത് തന്നെയല്ലേ മുഹമ്മദും പറയുന്നത്, ഇത് തന്നെയല്ലേ മുഹമ്മദും ഞങ്ങളോട് പറഞ്ഞത്, അതിന്റെ പേരിലല്ലേ മുഹമ്മദിനെ ഞങ്ങൾ ശത്രുഭാഗത്ത് കണ്ടത്. ആ സമയത്താണ് ഇക്രിമയുടെ ഭാര്യ റസൂലുള്ളാഹിനെ കാണുകയും ഇക്രിമാക്ക് മാപ്പ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് മാപ്പ് കിട്ടി മദീനത്ത് വന്ന ഇക്രിമയെ അള്ളാഹുവിന്റെ തിരുദൂതൻ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. പിന്നീട് ഇക്രിമ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്ത് ബന്ധങ്ങളുടെ പവിത്രത പ്രകടിപ്പിച്ച ചരിത്രമാ കാണുന്നത്. ഓരോ നിമിഷവും റസൂലുള്ളാഹിന്റെ സംരക്ഷകനായി, റസൂലുള്ളാഹിന്റെ കുടുംബത്തോട് അതേ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്ന വ്യക്തിയായി. അങ്ങനെ യർമൂക്ക് യുദ്ധത്തിന്റെ സമയമായപ്പോ ഇക്രിമ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിന് പോകാനിറങ്ങി. കൂടെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട രണ്ട് കുടുംബക്കാർ, ഹാരിസ് റളിയല്ലാഹു അൻഹു, അയ്യാഷ് റളിയല്ലാഹു അൻഹു, മൂന്ന് യുവാക്കളും ആവേശത്തോടെ യർമൂക്ക് യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു. ശത്രുവുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വാളിന്റെ വെട്ടുകൊണ്ട് അഥവാ 9 ശത്രുക്കളെ അങ്ങേയറ്റം ഇല്ലാതാക്കി വീണ്ടും മുൻപോട്ട് ആവേശത്തോടെ പോകുമ്പോൾ മറ്റൊരു ശത്രുവിന്റെ വെട്ടേറ്റ് ഇക്രിമാന്റെ കൈകൾ അറ്റുവീണു. രക്തം വാർന്നൊലിക്കുകയും വേദന കൊണ്ട് സങ്കടപ്പെടുകയും ചെയ്തു. ദേഷ്യം തീരാത്ത ശത്രുക്കൾ ഇക്രിമാന്റെ ശരീരത്തിന്റെ പല ഭാഗത്തും വെട്ടി. അവസാനം വെള്ളത്തിനു വേണ്ടി ഇക്രിമ കരയാൻ തുടങ്ങി. വെള്ളവുമായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വഹാബി വെള്ളവും എടുത്ത് ഇക്രിമാന്റെ അരികിലേക്ക് ഓടുമ്പോ തന്റെ കൂടെ വന്ന
ഹാരിസ് റളിയല്ലാഹു അൻഹു തന്നേക്കാൾ വെട്ടുകെട്ടി മരണത്തിന്റെ വെപ്രാളം കാണിക്കുന്ന കാഴ്ച ഇക്രിമ റളിയല്ലാഹു അൻഹു കണ്ടു. വാ പൊത്തിപ്പിടിച്ചിട്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഹാരിസിന് വെള്ളം കൊടുക്കണം, അവൻ കുടിച്ചിട്ട് മതി എനിക്ക് വെള്ളം. ഒരു കാലത്ത് സഹാബാക്കളെ മുന്നിൽ നിർത്തുന്ന റസൂലുള്ളാഹിക്കെതിരെ സ്വന്തം കുടുംബത്തിലെ യുവാക്കളെ കൊലക്ക് കൊടുത്ത അതേ ഇക്രിമ, ആൾക്കാരെ പറഞ്ഞയച്ച് കൊല ചെയ്യപ്പെട്ടാലും കൊന്നു തീർന്നാലും മുഹമ്മദിന്റെ തലയറുത്തിട്ടേ വരാവൂ എന്ന് പറഞ്ഞ അതേ ഇക്രിമ വാ പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ ഹാരിസിന് വെള്ളം കൊടുക്കണം, എന്നേക്കാൾ അവനാണ് അതിന് അവകാശി. ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലെത്തിയപ്പോ രണ്ടുപേരും കേട്ടു തൊട്ടു ദൂരെ നിന്ന് മറ്റൊരു കരച്ചിൽ. നോക്കുമ്പോ കാണുന്നത് കൈകാലുകൾ വെട്ടിമാറ്റപ്പെട്ട് ശരീരത്തിന്റെ ഉടല് മാത്രമായി കിടക്കുന്ന അയ്യാഷ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും പറഞ്ഞു, വെള്ളം അയ്യാഷിന് കൊടുക്കണം, എന്നോടൊപ്പം യാത്ര ചെയ്തവർ, എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാർ, അവർക്ക് കൊടുക്കണം വെള്ളം, എന്നിട്ടേ ഞങ്ങൾക്ക് തരാവൂ. വെള്ളവുമായി സ്വഹാബി അയ്യാഷിന്റെ അരികിലെത്തുമ്പോഴേക്കും അയ്യാഷ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിട്ടുണ്ട്. തിരിച്ചോടി ഹാരിസിന്റെ അരികിലെത്തി. ഹാരിസ് റളിയല്ലാഹു അൻഹുവും മരണപ്പെട്ടിട്ടുണ്ട്. ഓടി ആദ്യം വെള്ളം ചോദിച്ച ഇക്രിമയുടെ അരികിലെത്തിയപ്പോ ഇക്രിമ റളിയല്ലാഹു അൻഹുവും ചലനം നിലച്ച് മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ച. 3 പേർക്ക് മുൻപിലും വെള്ളം പിടിച്ച് ആ സ്വഹാബി കരയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി സ്നേഹത്തിന്റെയും ബന്ധങ്ങളുടെയും സൗഹാർദ്ദത്തിന്റെ മാതൃക കാണിച്ച ആ സഹാബത്തിന്റെ ഹിദായത്ത് കിട്ടിയിട്ടുണ്ടോ നമ്മൾക്ക്? ഇപ്പോഴും കുടുംബത്തിലെ സ്വത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന നമ്മൾക്ക്, ഇപ്പോഴും രക്തബന്ധങ്ങൾ പോലും വാളെടുക്കുന്ന കാലത്ത്, ഇപ്പോഴും അള്ളാഹുവിന്റെ ദുനിയാവിൽ പെരുമ കൊണ്ടും പ്രശസ്തി കൊണ്ടും പൊങ്ങച്ചം കൊണ്ടും അഹങ്കാരം കാണിക്കുന്ന നമ്മൾക്ക് പറയാൻ നിസ്കാരവും നോമ്പേ ഉള്ളൂ. ഹിദായത്ത് നേടാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലേ എന്ന് നമ്മൾ സങ്കടപ്പെടണം. ആ സഹാബത്ത് നേടിയ ഹിദായത്തിലേക്ക് പരിശ്രമം നടത്താനാണ് ഇനിയുള്ള നമ്മളെ ജീവിതം നമ്മൾ മാറ്റിവെക്കേണ്ടത്. പ്രാർത്ഥിച്ച് റബ്ബിനോട് തേടി ആ ഹിദായത്ത് നേടിയ സഹാബത്തിനെ പോലെ റബ്ബിന് ഇഷ്ടപ്പെട്ടവരാകാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് നിന്റെ സ്വർഗപ്പുങ്കാവനത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവേ, മാരക രോഗം ബാധിച്ച് ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ് റബ്ബെ. എല്ലാവർക്കും എളുപ്പത്തിൽ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുകയും സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതത്തിലേക്ക് നീ തിരിച്ചെത്തിക്കുകയും ചെയ്യണമേ. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി അവരോട് നീ കാരുണ്യം കാണിക്കണമേ. റബ്ബെ, സ്വന്തം ജീവിതത്തിൽ ഹിദായത്ത് കിട്ടിയവരാകാനും ഹിദായത്തോടുകൂടി മരണപ്പെട്ടു പോകാനും റബ്ബിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. ജോലി നഷ്ടപ്പെട്ടു പോയവർ, കച്ചവടത്തിൽ ദാരിദ്ര്യം മുൻപിൽ കാണുന്നവർ, കടം കൊണ്ട് വലയുന്നവർ, ജീവിതത്തിന്റെ ഉപാധി നഷ്ടപ്പെട്ടു പോയവർ, റാസിക്കായ റബ്ബേ, എല്ലാവർക്കും അവരെ ജീവിതത്തിൽ ക്ഷമിക്കാനുള്ള കഴിവും സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതത്തിലേക്ക് നീ ഞങ്ങളെ തിരിച്ചെത്തിക്കുകയും ചെയ്യണമേ. നാദാ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവർ, എല്ലാവർക്കും എളുപ്പം ആ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സമാധാനത്തിലേക്ക് എത്താനുള്ള തൗഫീക്ക് നൽകണമേ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ, ഒരുപാട് ആളുകൾ ഓരോ ദിവസവും നിന്നെ അരികിലേക്ക് മടങ്ങുകയാണ് നാദാ. ഭാര്യമാർ, ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഞങ്ങളുടെ നാട്ടുകാർ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഓരോരുത്തരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. റബ്ബന അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.